ഡേ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ക്വസ്റ്റ്യനൊന്ന് മിസ്റ്റേക്ക് വന്ന പോലെ ഒരു ഡൗട്ട്. ഓ മറ്റേ വവ്വൽസിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ? എങ്ങനെ മനസ്സിലായി ബഡ്ഡി? ഇന്നത്തെ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ പേര് തെറ്റിച്ച ക്വസ്റ്റ്യൻ അത് തന്നെ, വവ്വൽസ്. വവ്വൽസ് യു കണ്ടുകൊണ്ട് ഉടനെ അത് ആൻ കയറി കുത്തിവെച്ച്, അതല്ലേ സംഭവിച്ച? ബഡ്ഡി, അംബ്രല്ലയുടെ കൂടെ ആനാണ് വരുന്നത്, പക്ഷെ യൂണിവേഴ്സിറ്റിയുടെ കൂടെ എന്തുകൊണ്ട് ആൻ വരുന്നില്ല? അതാണ് എൻ്റെ ഒരു ഡൗട്ട്. ശ്രദ്ധിച്ചോ, ഈ വവ്വൽസ് AEIOU എന്ന് പറഞ്ഞ് നമ്മൾ ചാടിക്കയറി എഴുതി വെക്കില്ലേ, അത് വന്നിപ്പോൾ അംബ്രല്ല വടി പറഞ്ഞില്ല, അംബ്രല്ലയും ഉണ്ട് യൂണിവേഴ്സിറ്റിയും ഉണ്ട്. അപ്പോൾ യൂണിയൻ്റെ കൂടെ ആണല്ലോ പറഞ്ഞത്, യൂണിവേഴ്സിറ്റി അത് മലയാളത്തിൽ എഴുതി വെക്കണം. അപ്പോൾ എങ്ങനെ വരും? യായല്ലേ ആദ്യം പറഞ്ഞത്, യാരെ ഇംഗ്ലീഷ് ശബ്ദം ഏതാണ്? വൈ ആണ്. അല്ലെങ്കിൽ അങ്ങനെ ഇംഗ്ലീഷ് ശബ്ദം പഠിക്കണ്ട, നമ്മളെ വവ്വൽസ് ഇത് നോക്കിയാൽ മതിയല്ലോ, മംഗ്ലീഷ്. യൂണിവേഴ്സിറ്റി എന്നുള്ള യാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് എഴുതുമ്പോൾ വൈ അല്ലേ യൂസ് ചെയ്യണം. അംബ്രല്ല യൂസ് ചെയ്യുമ്പം മലയാളത്തിൽ അംബ്രല അമ്മാണ് വരുന്നത്, അതിൻ്റെ ഇംഗ്ലീഷ് ശബ്ദം ആണ് വരുന്നത്. അവിടെ വവ്വൽ വരും, ഇവിടെ വവ്വൽ വരില്ല. അങ്ങനെയാണ് അതിൽ മിസ്റ്റേക്ക് വരുന്നത്. അപ്പം യൂണിയൻ്റെ കൂടെയും ആണ് വരുന്നത് അല്ലേ? യൂണിയൻ എന്നേ പറയൂ, ആൻ യൂണിയൻ എന്ന് പറയത്തില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ വവ്വൽസ് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. AEIOU കണ്ടുകൊണ്ട് ചാടിക്കയറി എഴുതരുത്. അതെങ്ങനെ വരും പിടി? യൂണിവേഴ്സിറ്റി, യൂണിയൻ തുടങ്ങിയവയ്ക്കെല്ലാം ആണ് യൂസ് ചെയ്യുന്നത്. അംബ്രല്ലയ്ക്ക് ആൻ വരും. പിന്നെ ഇപ്പം ചോദിക്കുന്ന ഒരു കാര്യം സ്പെസിഫൈ ചെയ്ത് പറയുമ്പം അതിനാണ് ദാ യൂസ് ചെയ്യുന്നത്. ഈ ദായാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട, എനിക്കിപ്പോൾ ഇന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടി എന്ന് പറയുമ്പോൾ അവിടെ കോളേജൊന്നും ചേർക്കൂല, എനിക്ക് കിട്ടിയ കോളേജാണ്. അപ്പോൾ അവിടെ ദി കോളേജ് എന്നാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ അത് ഉപയോഗിക്കും, ദാ യൂസ് ചെയ്യും. ഇത് ശ്രദ്ധിക്കുക, ദി ആണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആർട്ടിക്കിളിൽ, ശ്രദ്ധിക്കുക.